പ്രിയരെ, തോറ്റവരാണ് എന്നും ചരിത്രമുണ്ടാക്കിയിട്ടുള്ളത്. ജയിച്ചവര് ചരിത്രത്തിന്റെ ഭാഗമായി മാറി നിന്നിട്ടേയുള്ളൂ. തോറ്റവന്റെ ചരിത്രമാണ് എന്നും ജയിക്കാൻ പറ്റുന്നവന്റെ പ്രചോദനം. ജയവും തോൽവിയുമൊക്കെ ജീവിതത്തിന്റെ ഭാഗം മാത്രമാണ്. എന്നാൽ വിശ്വാസം എന്നത് സൗഹൃദത്തിന്റെ അടിസ്ഥാനവും. വാവിട്ട വാക്കും കൈവിട്ട കല്ലും പോലെയാണ് വിശ്വാസം. നല്ല സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുന്നത് പളുങ്കുപാത്രം പോലെയും. സൂക്ഷിച്ചില്ലെങ്കിൽ നിലത്ത് വീണ് ഉടഞ്ഞു പോകും. പിന്നീടത് പഴയതുപോലെ ഒട്ടിച്ചെടുക്കാൻ പ്രയാസമാണ്. വിശ്വാസം എന്നത് 3 അക്ഷരമല്ല, സൗഹൃദത്തിന്റെ ശക്തിയാണ്, സത്യമാണ്. പ്രിയരെ, ഞങ്ങൾ ആരംഭിക്കുകയാണ് ഈ ചെറിയ നാടകം. ഹോം നേഴ്സ്. തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കുക, അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. സമയം എത്ര ആയോ എന്തോ, ആരെയും കാണുന്നില്ലല്ലോ. ലൂസിമോൾ എഴുന്നേറ്റില്ലയോ ഇതുവരെ? ഷൈനി കൊച്ചിനെയും കാണുന്നില്ല. ലൂസിമോൾക്കിന്ന് ഡ്യൂട്ടി ഉണ്ടോ എന്തോ. ആരെയും എനിക്കിത്തിരി കാപ്പിവെള്ളം തരുവോ? ആരോട് ചോദിക്കാനാ എൻ്റെ ഈശോയെ. ലൂസിമോളെ, ലൂസിമോളെ, മോള് മുറിയിലുണ്ടോ? വാതിൽ തല്ലി പൊട്ടിക്കേണ്ട, ഞാൻ മുറിയിൽ തന്നെ ഉണ്ട്. എന്തോ വേണം? ലൂസിമോളെ, സമയം ഒത്തിരി ആയില്ലയോ? അമ്മച്ചിക്ക് ഇച്ചിരി കാപ്പി വെള്ളം താ മോളെ. കാപ്പി കൂപ്പി പോയി ഉണ്ടാക്കി കുടി. എനിക്ക് കണ്ണ് കാണുമായിരുന്നെങ്കിൽ ആരെയും ഞാൻ നിർബന്ധിക്കില്ലായിരുന്നു. ആവതില്ലാത്തവർ അതുപോലെ പെരുമാറണം, മനസ്സിലായോ? മോള് വെറുതെ ദേഷ്യപ്പെടേണ്ട. അമ്മച്ചിയുടെ കണ്ണിലിത്തിരി മരുന്നൊഴിച്ചു തരാമോ? അതിനൊക്കെ ഒരുത്തി ഇവിടെ ശമ്പളം കൊടുത്ത് നിർത്തിയേക്കുന്നേ. അവളെ വിളി, എനിക്ക് ഉറക്കം വരുന്നു. ആഴ്ചയിൽ ആകെ കിട്ടുന്ന ഒരു ദിവസാ. തള്ള ഉറങ്ങാനും സമ്മതിക്കില്ല, നാശം. ശരി, മോള് പോയി കിടന്നോ? ഓ, ഇനി കിടക്കുന്നില്ല. ചുമ്മാ കിടന്ന് കാറി കൂകിയിട്ട് ഉറക്കം പോയി. എന്റെ ഒരു തലേ വിധിയേ. അമ്മച്ചി, ഞാൻ എത്തി കേട്ടോ. വന്നിരുന്നേ, കണ്ണില് മരുന്നൊഴിക്കാം. ഒത്തിരി സമയായില്ലേ? ഓ, വന്നോ കെട്ടിലമ്മ. ഞാൻ കരുതി ഇന്നിനി വരില്ലാന്ന്. ഇന്ന് ഞായറാഴ്ചയല്ലേ ലൂസി? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പള്ളിയിൽ പോകണം, കുർബാന കൂടണം എന്നൊക്കെ. ഓ, ഒരു പള്ളി ഭക്ത. ശമ്പളം എണ്ണി വാങ്ങുന്നതല്ലേ? ആദ്യം പറഞ്ഞ് ജോലി ചെയ്യണം, പിന്നെ മതി കുർബാനയും കുമ്പസാരവും ഒക്കെ. ലൂസിമോളെ, ഷൈനിയോട് നീ വഴക്കുണ്ടാക്കണ്ട. പള്ളിയിൽ പോകുന്നത് തെറ്റാണോ? കണ്ണാകുമായിരുന്നെങ്കിൽ ഞാനും പോയേനെ. ഓ, എന്തോ ഒരു ഒലിപ്പീര്. മരുമോളെ കണ്ടുകൂടാ, വേലക്കാരിയോടാ സ്നേഹം. അതല്ലേലും അങ്ങനെയാണല്ലോ. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. ഷൈനി എന്നെ നോക്കാൻ വന്ന ഹോം നേഴ്സല്ലേ, വേലക്കാരിയല്ല. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഈ ഹോം നേഴ്സ് എന്നൊക്കെ പറഞ്ഞ കളക്ടറേക്കാൾ മുകളിലല്ലേ ലൂസി മോളെ. പിന്നെ കൂടുതൽ വിളച്ചിലെടുത്താൽ ഈ നേഴ്സിനെ ഞാനങ്ങ് പറഞ്ഞു വിടും, പറഞ്ഞേക്കാം. അറിയാം, എന്നെ നോക്കാൻ വന്നവരെയും അടുക്കളയിൽ നിന്നവരെയും എല്ലാം നീ പറഞ്ഞു വിട്ടിട്ടില്ലേ? വിട്ടെങ്കിൽ കണക്കായി പോയി. ഇവൾ 2 തുള്ളി മരുന്ന് കണ്ണിലൊഴിച്ചു തന്നതിന് കാശു പെറുക്കാൻ നിൽക്കുവല്ലേ ഞാൻ. സൗകര്യമുണ്ടെങ്കിൽ ഇവിടെ നിന്നാ മതി. നിൽക്കുന്നെങ്കിൽ അടുക്കള പണി കൂടി ചെയ്യണം, മനസ്സിലായോ? ലൂസി അമ്മച്ചിയോട് വഴക്കിടേണ്ട, ഞാൻ എല്ലാ പണിയും ചെയ്തോളാം. ലൂസിയോ? നീ എന്താ വിളിച്ചത്? കോൾമി മേഡം. അത് മതി, മനസ്സിലായോ? പഴയതും പാളയി തൂറിയതും ഒക്കെ പടിക്ക് പുറത്ത്. ഇവിടെ ഞാൻ മുതലാളിയും നീ വേലക്കാരിയുമാ. അത് മതി. സോറി മാഡം. എന്റെ ദൈവമേ, ഓരോരുത്തരെയും ഓരോ ഇടത്ത് നിർത്തണം, അല്ലാതെ വെറുതെ. ഡി, നിന്നെ പോലെ ചൊറിയും കുത്തി 8 അണയ്ക്ക് ഗതിയില്ലാത്ത ഹോം നേഴ്സ് അല്ല ഞാൻ. BSc ആ, BSc. അറിയോ നിനക്ക്? ഇപ്പോ സിറ്റിയിലെ ഏറ്റവും മുന്തിയ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സും. അറിയാം. ലൂസിമോളെ, ഇത്രയൊക്കെ പറയാൻ ആ കൊച്ച് നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ? ഇല്ല. അഥവാ വല്ലതും പറയാൻ തോന്നിയാലും പറയരുത്, അതാ. മോളെ, എത്ര വലിയ ഡിഗ്രി ഉണ്ടെങ്കിലും താഴ്മയും ദൈവഭയവും ഇല്ലെങ്കിൽ എല്ലാം വെറുതെയാ. അത് മനസ്സിലാക്കിയാ നല്ലത്. ഓ ശരി. എടി, തള്ളയുടെ കാലിലും കെട്ടിപ്പിടിച്ചിവിടെ നിൽക്കണ്ട.
വേഗം അടുക്കളയിലോട്ട് കയറി വല്ലതും വെച്ചുണ്ടാക്കിക്കോണം. ആ തള്ളേ, എന്നെ ഇനി വിളിക്കരുത്, ഞാൻ ഉറങ്ങാൻ പോവാ. അമ്മച്ചി വാ, കണ്ണിൽ മരുന്നൊഴിക്കണ്ടേ? ഒത്തിരി സമയമായി. വേണ്ട മോളെ, കരുണയും സ്നേഹവുമില്ലാത്ത ഈ ലോകത്ത് എനിക്ക് എന്തിന് കാഴ്ച? ഇതൊക്കെ തന്നെ ധാരാളം. അങ്ങനെയൊന്നും പറയാതെ അമ്മച്ചി. അമ്മച്ചി വാ. ഷൈനി മോളെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? ലൂസി മോൾ എന്തിനാ മോളെ കാണുമ്പോൾ ഇത്രയ്ക്ക് ദേഷ്യപ്പെടുന്നത്? എന്താ കാര്യം? അതാണോ അമ്മച്ചി കാര്യം? ലൂസി പറയുന്നതിനും കാര്യമില്ലേ? എന്നെപ്പോലെയാണോ അവൾ? വലിയൊരു സ്ഥാപനത്തിലെ വലിയൊരു ജോലിക്കാരി. അപ്പോ ഒരുപാട് ടെൻഷൻ കാണും, അതാ. എന്നാലും അതല്ല. ഹോം നേഴ്സായി വന്ന നിന്നെ കൊണ്ട് അവൾ അടുക്കള പണി വരെ ചെയ്യിക്കുന്നു. അതിനെന്താ അമ്മച്ചി? അതിനുള്ള കൂലി എനിക്ക് കിട്ടുന്നില്ലേ? ശമ്പളം തരുന്നവര് പറയുന്നതൊക്കെ കേൾക്കണം, അതല്ലേ നാട്ടു നടപ്പ്. എന്നാലും എന്റെ മോളെ. അമ്മച്ചി, എനിക്ക് ഈ ജോലി വളരെ അത്യാവശ്യമാണ്. അത്രയും കാര്യം എന്റെ പൊന്നമ്മച്ചി പറഞ്ഞാ മതി. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ? എന്നാലും അതല്ല. എന്തോ ഒരു മുൻവൈരാഗ്യം പോലെ. ആ, ആർക്കറിയാം? ആരും എന്നോടൊന്നും പറയില്ല. എന്റെ കെട്ടിയോൻ ഫിലിപ്പച്ചായനുണ്ടായിരുന്നെങ്കിൽ ഞാൻ എല്ലാം അറിഞ്ഞേനെ. പുള്ളിയും പോയി. പിന്നെയുള്ളത് ഒരേ ഒരു മോനാ. ദുബായിൽ പോയി പിന്നെ അവന്റെ ശബ്ദം പോലും ഞാൻ കേട്ടിട്ടില്ല. എങ്ങനെ കേൾക്കാനാ? ആ, ആകെ ഇവിടെ ഉണ്ടായിരുന്നൊരു ലാൻഡ് ഫോണാ. അതായിരുന്നു ഞാൻ എല്ലാവരോടും മിണ്ടിയും പറയും ഒക്കെ ചെയ്തിരുന്നേ. അതും അവൾ ഒരു ദിവസം കട്ട് ചെയ്തു. ആരോട് പറയാനാ? എല്ലാം കൊണ്ട് ഞാൻ ഒറ്റയ്ക്കായി. അമ്മച്ചി കരയാതെ. എല്ലാം ദൈവം കാണുന്നില്ലേ? ദൈവം എല്ലാത്തിനും വഴിയുണ്ടാക്കും. കുഴിയിലോട്ട് കാലം തൂക്കിയിട്ടിരിക്കുന്ന എനിക്കിനി എന്ത് വഴി? അമ്മച്ചി, മോൻ വരുമ്പം ഒരു ഫോൺ വാങ്ങി തരാൻ പറയണം കേട്ടോ. കണ്ണു കാണാത്ത എനിക്കെന്തിനാടി ഫോൺ? അതും പോക്കറ്റിലിടുന്നത്. എടി, നിനക്കറിയുമോ ഈ ചക്കാലക്കലെ ഫിലിപ്പിന്റെ ഭാര്യ ക്ലാരമ്മ ആരായിരുന്നുവെന്ന്? റാണിയായിരുന്നടി, റാണി. ആജ്ഞാപിച്ച് മാത്രം ശീലമുണ്ടായിരുന്ന റാണി. ഇപ്പോ എല്ലാം പോയി. അമ്മച്ചി, കഥയൊക്കെ പിന്നെ. അടുക്കളയിലോട്ട് ചെല്ലട്ടെ? നമുക്ക് വല്ലതും കഴിക്കണ്ടേ? ആണോ? നാളെ എത്ര മണിക്കാ ഫ്ലൈറ്റ്? ഓക്കെ, ഞാൻ വരാം. പിന്നെ വരുമ്പോഴേ എന്റെ പപ്പയ്ക്ക് റോളക്സിന്റെ വാച്ച് കൊണ്ടുവരണേ, മറക്കണ്ട. ആരാ മോളെ ഫോണിൽ? എബിമോനാണോ? ഫോൺ അമ്മച്ചിക്കൊന്ന് തന്നേ. ഞാൻ അവന്റെ ഒച്ച കേട്ടിട്ട് ഒത്തിരി നാളായി. ഓ പിന്നെ, അതിന്റെ കുറവേ ഇനിയുള്ളൂ. എബി ഇങ്ങോട്ടാ വരുന്നത്. വരുമ്പോ കണ്ടാ മതി. ഭർത്താവിനോടൊന്ന് ഫോണിൽ സംസാരിക്കാനും സമ്മതിക്കില്ല. നാശം തള്ള. ചത്തിരുന്നെങ്കിൽ ഗുണം പിടിച്ചേനെ. ഞാൻ ഇപ്രാവശ്യം തിരിച്ചു പോകുന്നതിന് മുന്നേ നമുക്ക് ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോകണം. ഈ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് കാഴ്ച കിട്ടിയ പോലെ അമ്മച്ചിയുടെ എല്ലാ അസുഖവും മാറ്റിയിട്ടേ ഞാൻ തിരിച്ചു പോകും. അമ്മച്ചിക്ക് അസുഖമൊന്നും ഇല്ല മോനെ, എല്ലാം മാറിയടാ. ഓ, അത് ചുമ്മാ. അമ്മച്ചി അത് വെറുതെ പറയുക. അതെ മോനെ, എന്റെ പഴയ എബിമോനെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. അത് മതി, അത് മാത്രം മതി. ആഹാ, മോൻ വന്നേൽ പിന്നെ അമ്മച്ചിയുടെ എല്ലാ അസുഖവും മാറിയല്ലോ. ഇപ്പൊ എന്നെ വേണ്ടാതായല്ലേ? ഒന്ന് പോടി, ഇവൻ ചുമ്മാ ഓരോന്ന് പറയുക. നീയല്ലേ എന്റെ അസുഖമൊക്കെ മാറ്റി തന്നേ, എന്നെ പൊന്നു പോലെ നോക്കിയത്. ആ, നന്നായി. ലൂസി മാഡം ഇതൊന്നും കേൾക്കണ്ട. ആ പിന്നെ എബിച്ചേട്ടാ, അമ്മച്ചിക്കൊരു ഫോൺ വാങ്ങി കൊടുക്കണം കേട്ടോ. ഒന്ന് പോടി, എനിക്കിനി ഒരു ഫോണും വേണ്ട. എന്റെ മോൻ എന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, എനിക്കത് മതി. അമ്മച്ചി, നമുക്ക് ഈ ഹോം നേഴ്സിനെ അങ്ങ് പിരിച്ചു വിട്ടാലോ? പോടാ അവിടുന്ന്. അവൾ എന്നെ പിറക്കാതെ പോയ മോളാടാ. ദൈവം ഭൂമിയിൽ എനിക്കാ ഒരുക്കിയ മാലാക. ആഹാ, കൊള്ളാമല്ലോ. ഞാനില്ലാത്ത നേരം നോക്കി എല്ലാരും കൂടി സഭ കൂടുവാണല്ലേ? അമ്മച്ചി, ഞാൻ അടുക്കളയിലോട്ട് പോകുവാണേ. വേണ്ടടി, നീ എങ്ങും പോകണ്ട. ഇവിടെ കാലം നീട്ടിയിരിക്കെ. ഞാൻ അടുക്കളയിലോട്ട് കയറാം. എന്താ ലൂസി, എന്താ നീ പറയുന്നത്? ആഹാ, എന്താ പൊള്ളുന്നോ? പണ്ട് അമ്മച്ചിക്കായിരുന്നു അവളെ കാണുമ്പോ ഇളക്കം. ഇപ്പൊ മോനും തുടങ്ങിയോ? എന്ത് കൂടാത്ര ആടി നിന്റെ കയ്യിലുള്ളത്? വെറുതെ ഓരോന്ന് പറഞ്ഞ ആ കൊച്ചിനെ വിഷമിപ്പിക്കാതെ എന്റെ ലൂസി. ഞങ്ങൾ ആരുടെയും കുറ്റം പറഞ്ഞതല്ല. അല്ല, എല്ലാം എനിക്കറിയാം. തരം കിട്ടിയാൽ മോന്റെ ചെവി തിന്നും. നാശം പിടിച്ച് തള്ള. ലൂസി, മര്യാദക്ക് സംസാരിക്ക്. നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? അറിയാം. പേര് കേട്ട ചക്കാലയ്ക്ക് ഫിലിപ്പിന്റെ ഭാര്യ ക്ലാരമ്മ. പണ്ട് വലിയ പുലിയായിരുന്നു, ഇപ്പൊ പുലി എലിയായി.
നീ എന്തിനാ ഇങ്ങനെ കിടന്ന് തൊള്ള കീറുന്നത്? അതിന് മാത്രം എന്തുണ്ടായി? മറ്റുള്ളവർ കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാകും. മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ താത്തിക്കെട്ടാനല്ലേ അമ്മച്ചിക്കും പോലും ഇഷ്ടം. അതെനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാത്തിനും കാരണം നീയാണ്. ഒരുമ്പെട്ടോളെ, ഇപ്പോൾ നീ ഇവിടുന്ന് ഇറങ്ങിക്കോണം. മോളെ ലൂസി, വെറുതെ എന്തിനാ ഷൈനിയോട് വഴക്കുണ്ടാക്കുന്നത്? അവളൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മച്ചി, ആരെന്ത് പറഞ്ഞാലും അവൾ ഷൈനിയുടെ മെക്കിട്ട് കയറും. അതിനൊരു കാരണമുണ്ട്, ഒരു കഥയുണ്ട്. എന്ത് കഥ? തെളിച്ച് പറയടാ. അമ്മച്ചി, ഈ നിൽക്കുന്ന ലൂസിയും ഷൈനിയും ഒരു നാട്ടുകാരാണ്. ഒരു ഇടവകക്കാർ, സമപ്രായക്കാർ. അതെയോ? എബിച്ചേട്ടാ, അതൊന്നും ഇവിടെ പറയല്ലേ പ്ലീസ്. കണ്ട കെട്ടുകഥയൊന്നും കേൾക്കാൻ എനിക്ക് നേരമില്ല. എനിക്ക് വേറെ പണിയുണ്ട്. നിക്കടി അവിടെ, എല്ലാം കേട്ടിട്ട് നീ പോയാ മതി. അമ്മച്ചി, പണ്ട് പട്ടണത്തിൽ ഷൈനി സ്റ്റോഴ്സ് എന്ന പേരിൽ വലിയൊരു കടയുണ്ടായിരുന്നു. അമ്മച്ചി കേട്ടിട്ടുണ്ടോ? ആ, അങ്ങനെ കേട്ടതായി തോന്നുന്നുണ്ട്. ആ കടയുടെ മുതലാളിയായിരുന്നു ഈ നിൽക്കുന്ന ഷൈനിയുടെ അപ്പൻ തോമസ്. ബിസിനസ് നല്ല രീതിയിൽ പൊടിപൊടിച്ച് നടക്കുന്ന കാലം. പെട്ടെന്നൊരു ദിവസം കട പൂട്ടി. കടബാധ്യത കൊണ്ട് തോമസ് മുതലാളി നട്ടം തിരിഞ്ഞു. കിട്ടിയ വിലയ്ക്ക് അവർ ആ കട വിറ്റു. വാങ്ങിയത് ആ കടയിൽ സെയിൽസ്മാനായി നിന്ന ജോണിയായിരുന്നു. ജോണിയോ? അത് തോമസ് മുതലാളിയുടെ ഏറ്റവും വിശ്വസ്തനായി നിന്ന തൊഴിലാളി ജോണി. തൊഴിലാളി മുതലാളിയെ ചതിച്ചു ആ കട കൈക്കലാക്കി. മാനസിക വിഷമത്താൽ തോമസ് ഹൃദയം പൊട്ടി മരിച്ചു. എന്റെ ദൈവമേ! പിന്നീട് അവരുടെ വീടും കുടുംബവും എല്ലാം ജപ്തിയായി. തോമസിന്റെ ഭാര്യ, അതായത് ഈ നിൽക്കുന്ന ഷൈനിയുടെ അമ്മ, തളർവാദം പിടിച്ച് കിടപ്പിലുമായി. 3 കുട്ടികൾ അനാഥരുമായി. പഠിക്കാൻ മിടിക്കായിരുന്ന മൂത്തമകൾ പഠനം ഉപേക്ഷിച്ച് കുടുംബഭാരം ഏറ്റെടുത്തു. അമ്മയും താഴെയുള്ള 2 സഹോദരങ്ങളെ നോക്കാൻ വീട്ടുവേലക്കിറങ്ങി. എന്റെ ദൈവമേ, ഞാൻ എന്താ ഈ കേൾക്കുന്നേ? കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ പണിക്കിറങ്ങിയ പെണ്ണാണ് ഷൈനി. അവളെ മനഃപൂർവ്വമാണ് ലൂസി ഇവിടെ ഹോം നേഴ്സായി കൊണ്ടുവന്നത്. അവളുടെ അപ്പൻ പണ്ട് അവരുടെ കടയിലെ തൊഴിലാളിയായതിന്റെ പ്രതികാരം. ഓരോ കാരണം പറഞ്ഞ് ഷൈനിയെ ലൂസി മനഃപൂർവ്വം ദ്രോഹിച്ചതാണ്. ഇതൊക്കെ ഞാനിവിടെ പറയണ്ട എന്ന് വിചാരിച്ചതാ. പക്ഷേ പറയാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തി. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു എബി? എല്ലാം ഒരു ദൈവനിയോഗമാണ് അമ്മേ. ഈ അടുത്തിടയ്ക്ക് പണ്ടിവരുടെ ഇടവക വികാരിയായിരുന്ന ഫാദർ നിബു നെപ്പോളിയൻ ദുബായിൽ വന്നിരുന്നു. അദ്ദേഹമാണ് ഈ കഥയൊക്കെ എന്നോട് പറഞ്ഞത്. എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? ഒന്നും അവൾ പറഞ്ഞിട്ടില്ലല്ലോ. അവൾ ആരോടും ഒന്നും പറയില്ല. കാരണം ഇത് പറഞ്ഞാൽ അവളുടെ ഇവിടുത്തെ പണി പോകുമെന്ന് അവൾക്കറിയാം. അതായിരുന്നു അവളെല്ലാം സഹിച്ചത്. അപ്പോ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അവളെ പറഞ്ഞു വിട്ടേര്. മതി അവളുടെ ഇവിടുത്തെ സേവനം. പറഞ്ഞു വിടാനോ? എന്തിന്? അതെ, നിങ്ങൾ അന്വേഷിച്ചതും കണ്ടെത്തിയതും എല്ലാം ശരിയാണ്. എനിക്ക് ഇവളോട് പകയായിരുന്നു, പക. കാരണം കുട്ടിക്കാലം മുതലേ എല്ലാം ഇവൾക്കായിരുന്നു ഉള്ളത്. ഞങ്ങൾക്കൊന്നുമില്ല. പഠിക്കാൻ അവൾ മിടുക്കി, പാടാൻ അവൾ മിടുക്കി. ഞാനൊക്കെ വെറും വേസ്റ്റ്. അവളുടെ കടയിലെ തൊഴിലാളിയല്ലേ എന്റെ അപ്പൻ. അതിനെല്ലാം എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ തിരിച്ചു കൊടുത്തു. അത്രേ ഉള്ളൂ കാര്യം. പിശാച് ബാധിച്ച മനസ്സാണ് നിനക്ക്. നിനക്ക് മാത്രമല്ല, നിന്റെ അപ്പനും. ഈ കാര്യങ്ങളൊക്കെ മുന്നേ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ബന്ധത്തിന് പോലും മുതിരില്ലായിരുന്നു. എന്താ, എന്നെ ബന്ധം പിരിയണമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. ചക്കാലക്കല ഫിലിപ്പിന്റെ ഭാര്യ ക്ലാരമ്മ ഒത്തിരി കാലമായി എല്ലാരും പറയുന്നത് അനുസരിച്ചിട്ടേ ഉള്ളൂ. അതായിരുന്നു ശീലം. എന്നാ ഇപ്പോ ഈ ക്ലാരമ്മ പറയുന്നു, ലൂസി, ഇപ്പോൾ നീ ഇവിടുന്ന് ഇറങ്ങിക്കോണം. അമ്മച്ചി, അമ്മച്ചി എന്താ ഈ പറയുന്നത്? മോനെ, വിശുദ്ധ അൽത്താരയുടെ മുന്നിൽ നിന്ന് സ്വർഗം സാക്ഷിയായി ഇവളെ നീ മിന്നുകെട്ടിയതാണ്. ബന്ധമൊഴിയാൻ പറയുന്നത് സത്യത്തിന് ചേർന്നതല്ല എന്നും അമ്മച്ചിക്കറിയാം. എന്നാലും അമ്മച്ചി പറയുവാ, ഈ പിശാചിനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുമോനെ. തള്ളക്ക് ഭ്രാന്തായോ? എന്നെ ഒഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് കാണിക്കാനാ? എന്ത് കാണിക്കാനാന്നോ? ഈ ഷൈനി എന്റെ മോൻ മിന്നുകെട്ടും. അതാണ് എന്റെ ആവശ്യം. ഞൊട്ടും പാരട്ട കിളവി. എന്ത് പറഞ്ഞടി അസത്തെ? ദൈവത്തെ ഓർത്ത് ആരും എന്നെ പ്രതി വഴക്കുണ്ടാക്കരുതേ. അമ്മച്ചി, എബിച്ചേട്ടനോട് പറ ലൂസിയെ തല്ലരുതെന്ന്. അവകാശമില്ലാത്തതും അർഹതയില്ലാത്തതും ഒന്നും ഞാൻ ഇന്ന് വരെ ആഗ്രഹിച്ചിട്ടില്ല. എബിച്ചേട്ടാ, ലൂസിയെ ബന്ധം പിരിയല്ലേ. ലൂസി എൻ്റെ ബാല്യകാല സുഹൃത്താ. എനിക്കവളോട് ഒരു ദേഷ്യവുമില്ല. ദൈവത്തെ ഓർത്ത് അവളെ ഒന്നും ചെയ്യല്ലേ. നീയും നിന്റെ അപ്പനും അവളെയും അവളുടെ കുടുംബത്തെയും ദ്രോഹിച്ചിട്ടും നിനക്കൊരു ദോഷം വരുമെന്ന് കണ്ടപ്പോൾ അവൾ പറഞ്ഞത് കേട്ടോടി. എബിച്ചായ, എന്നോട് ക്ഷമിക്കൂ. എനിക്ക് അബദ്ധം പറ്റിയതാ. സോറി. ഇപ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് വീണ ഈ കണ്ണുനീർ നിന്റെ മനസ്സിൽ തട്ടിയതാണെങ്കിൽ ദൈവഹിതത്തിനെതിരായി ഒന്നും ഈ ക്ലാരമ്മ ചെയ്യില്ല. അമ്മച്ചി,
എബിച്ചേട്ടാ, ലൂസി മോളെ, ഞാൻ പോവുക. ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല. പോട്ടെ. ഷൈനി, എന്നോട് ക്ഷമിക്കൂ. ലൂസി മോളെ, നീ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ ദൈവത്തോട് ക്ഷമ ചോദിക്ക്, എന്നോട് വേണ്ട. ഷൈനി, നീ എങ്ങും പോകണ്ട. എന്റെ കൂടെ ഇവിടെ നിന്നാൽ മതി. വേണ്ട ലൂസി, ഈ സ്നേഹം എന്നും ഇങ്ങനെ നിലനിൽക്കാൻ നമുക്ക് ദൂരെ ദൂരെ കഴിയാം. പോട്ടെ. അയ്യോ, ആരേലും ഒന്ന് പറ എന്റെ മോളോട് പോവില്ലെന്ന്. പറ എബി, പറ ലൂസി. അമ്മച്ചി, ഷൈനി പറഞ്ഞതെല്ലാം ശരിയാണ്. അമ്മച്ചിയെ ഞാൻ നോക്കിക്കോളാം. ഞാൻ എന്റെ ജോലി കളഞ്ഞ് ഞാൻ അമ്മച്ചിയെ നോക്കിക്കോളാം. അമ്മച്ചിയുടെ മകളായി ഒരു നല്ല ഹോം നഴ്സായി ഞാൻ അമ്മച്ചിയെ എന്നും നോക്കിക്കോളാം. അമ്മച്ചി കരയാതെ. കരയല്ലേ അമ്മച്ചി.